9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഈ ചാനലിൽ 9ലെയും 10ലെയും സയൻസ് ലെസൺസും 11ലെയും 12ലെയും ബയോളജി ലെസൺസ് നീറ്റ് ലെവലിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിൽ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കഴിഞ്ഞു. 9th നമ്മൾ ബയോളജി പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ MCQസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കെമിസ്ട്രി തുടങ്ങി. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ഇനി നമുക്ക് ഹെട്രോജീനസ് മിക്സറിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് സസ്പെൻഷനാണ്. സസ്പെൻഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തിലെങ്കിലും ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി ഇങ്ങനെ തങ്ങി നിൽക്കുക. അതിനെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോമോജീനസ് മിക്സറായ സൊല്യൂഷനേക്കാളും ഡിഫറൻസസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ സോയിൽ പ്രൊഫൈൽ ചെയ്യാൻ പറഞ്ഞു കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് ഒരു ബോട്ടിൽ വെള്ളം എടുക്കും, അതിൽ കുറേ മണ്ണിടും, നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെളിവെള്ളമായിട്ട് ഇരിക്കും അല്ലേ? പക്ഷേ ഒരു ദിവസം രാത്രി മുഴുവൻ നിങ്ങളിങ്ങനെ അടിയാൻ വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്കറിയാം ഈ വെള്ളം മേളിൽ കിടക്കും, ബാക്കി എല്ലാം അടിഞ്ഞ് താഴെ കിടക്കും. അപ്പോൾ അതെന്താണ്? ഒരു സസ്പെൻഷനാണ്. അതുപോലെ കുറച്ച് ചോക്ക് പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി, അത് നമ്മൾ വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് പോലെ അലിഞ്ഞ് കാണാതാകുന്നില്ല. ആ പാർട്ടിക്കിൾസ് നമുക്ക് വെള്ളപ്പൊടിയായിട്ട് തന്നെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ സൊല്യൂഷൻ വെള്ളയായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മളത് കുറേ നേരം അനക്കാതെ വെച്ചിരുന്നാൽ ഇതെല്ലാം താഴെ അടിയും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ പറയുന്ന ഈ സസ്പെൻഷൻ. അപ്പോൾ അവിടെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായി അതൊരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. സൊല്യൂഷൻ ഹോമോജീനസ് ആയിരുന്നു. പിന്നെ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ആയിട്ട് കിടക്കും, നമുക്കവയെ കാണാനും പറ്റും, പക്ഷേ സൊല്യൂഷനിൽ അത് പറ്റില്ലായിരുന്നു. പിന്നെ സ്കാറ്റർ ലൈറ്റ് ആൻഡ് പാത്ത് ഈസ് വിസിബിൾ. ഇവിടെ പാർട്ടിക്കിൾ സൈസ് കുറച്ച് വളരെ വലുതായതുകൊണ്ട് തന്നെ അവ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. അപ്പോൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്താൽ ലൈറ്റ് പോകുന്ന വഴി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ കുറച്ചു നേരം നമ്മളിതിനെ അനക്കാതെ വെച്ചിരുന്നാൽ ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൊല്യൂട്ട് സെറ്റിൽ ചെയ്ത് താഴെ വന്ന് അടിയും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിനെ അൺസ്റ്റേബിൾ എന്നാണ് പറയുന്നത്. കാരണം 1 മണിക്കൂർ ഞാൻ കാണുന്നു ഇതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം സ്കാറ്റേഡ് ആയിട്ട്, കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാണുന്നു അതിൻ്റെ പാർട്ടിക്കിൾ സെറ്റിലായിട്ട്. അപ്പോൾ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള മിക്സ്ചർ അല്ല, അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള മിക്സ്ചറാണ്. ഇനി ഇത് അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആവില്ല, കാരണം ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള പാർട്ടിക്കിൾസ് അവിടെ ഇല്ല. ഇനി നമുക്ക് മറ്റൊരു മിക്സറായ കൊളോയിഡ് എന്താണെന്ന് പഠിക്കാം. ഈ കൊളോയിഡിൽ അതൊരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. പക്ഷേ കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾസ് നമ്മുടെ സൊല്യൂഷനിലെ പോലെ ഹോമോജീനസ് ആയിട്ട് തോന്നുമെങ്കിലും അവ ആക്ച്വലി ഒരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയാൻ, നമ്മൾ കുറച്ച് പാല് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് നമുക്ക് പ്രത്യേകം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു സൊല്യൂഷൻ അല്ല, അതൊരു കൊളോയിഡാണ്. അതുപോലെ തന്നെ ഇങ്കിനെ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചാലും കിട്ടുന്നത് നമുക്കൊരു സൊല്യൂഷൻ അല്ല, അവിടെ ഒരു കൊളോയിഡാണ് ലഭിക്കുന്നത്. അപ്പോൾ അതൊരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. പിന്നെ അതിൻ്റെ പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ അവ അതിനകത്തുണ്ട്. ഓക്കെ. പിന്നെ പാർട്ടിക്കിൾ സൈസ് ലൈറ്റ് സ്കാറ്റർ ചെയ്യാൻ മാത്രം വലുതാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിനെ അത് ചെതറി കളയും. അതുപോലെ നമുക്ക് ആ ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. ഈ ടിൻഡൽ എന്നൊരു സയൻറ്റിസ്റ്റാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ടിൻഡൽ ഇഫക്റ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് വരുമ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അതിനെ സ്കാറ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് ലൈറ്റ് പോകുന്ന വഴി അറിയാൻ പറ്റും. ഇത് നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് ഡിജിറ്റൽ മൂവീസാണ് കാണുന്നത്. പക്ഷേ പണ്ടൊക്കെ തിയേറ്ററിൽ പിറകിലൊരു പ്രൊജക്ടർ കാണും, അവിടെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്ത് സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഈ ഡസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാത്ത് നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ രാവിലെയൊക്കെ നമ്മുടെ റൂമിലേക്ക് ഒരു ചെറിയ വിൻഡോയിൽ കൂടി എങ്ങാനും ലൈറ്റ് വരികയാണെങ്കിൽ ആ വഴിയിൽ സ്മോക്കോ ഡസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വഴി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കിവിടെ എന്നും രാവിലെ കിച്ചണിൽ ഇത് നല്ല വിസിബിളാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരും. കുക്കിങ്ങിൻ്റെ സമയത്ത് സ്മോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ടിൻഡൽ ഇഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാട്ടിലൂടെ ഫോറസ്റ്റിൻ്റെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ കാണാം, അവിടെയും ഈ ഇലകൾക്കിടയിലൂടെ വരുന്ന ഈ വെളിച്ചം അവിടെ കുറേ അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കാറ്റർ ചെയ്തിട്ട് ആ പാത്ത് നമുക്ക് വിസിബിൾ ആകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിൻഡൽ ഇഫക്റ്റ്. അത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ എത്ര നേരം വെച്ചിരുന്നാലും ഈ മിൽക്കിൻ്റെ പാർട്ടിക്കിൾസ് സെറ്റിൽ ആവുന്നില്ല, അല്ലെങ്കിൽ ഇങ്ക് സെറ്റിൽ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് പറയാം? സ്റ്റേബിൾ ആണെന്ന് പറയാം അല്ലേ? പക്ഷേ നമ്മുടെ സസ്പെൻഷൻ അൺസ്റ്റേബിൾ ആയിരുന്നു, കൊളോയിഡ് സ്റ്റേബിൾ ആണ്.
പിന്നെ ഫിൽട്രേഷൻ കൊണ്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ അരിച്ചാൽ അത് മൊത്തത്തിൽ താഴെ വരും അല്ലേ, അല്ലാതെ പാലും മുകളിലും വെള്ളം താഴെയായിട്ട് എനിക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു പ്രോസസ്സ് കൊണ്ട് എനിക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് ഈ കൊളോയിഡ്സിനെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യും. മേ ബി 10,000 ടൈംസ് പെർ സെക്കൻഡ് അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഇത്ര പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ ചേൺ ചെയ്യാന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും, ഇത് ഈ മിക്സറൊക്കെ സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ ബ്ലഡിലൊക്കെ കോമ്പണൻസ്, അതായത് ബ്ലഡിലെ പ്ലാസ്മയും സെൽസൊക്കെ RBC ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂഗേഷൻ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ മിൽക്കിലെ പ്രോട്ടീനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ കൊളോയിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫിൽട്രേഷനിൽ കൂടി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മൾ സൊല്യൂഷൻ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു ഒരു ലാർജർ കോമ്പണൻ്റായ സോൾവെൻറ്റിലേക്കാണ് സൊല്യൂട്ട് അഥവാ സ്മോളർ കോമ്പണൻറ്റ് ഡിസോൾവ് ആകുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ ആ ലാർജർ കോമ്പണൻറ്റിനെ നമുക്ക് ഡിസ്പേഴ്സിങ് മീഡിയം എന്നും അതിൽ അലിഞ്ഞു ചേരുന്ന ആ സൊല്യൂട്ട് പോലുള്ള പദാർത്ഥത്തിനെ നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും പറയാം. അപ്പോൾ ഇവിടെ പേരിൽ വ്യത്യാസമുണ്ട്. സൊല്യൂട്ടിന് പകരം ഡിസ്പേഴ്സ്ഡ് ഫേസ്, സൊല്യൂഷന് പകരം സോൾവെൻറ്റിന് പകരം ഡിസ്പേഴ്സിങ് മീഡിയം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പല സ്റ്റേറ്റ്സിലാകാം, സോളിഡ് ആവാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അതിനനുസരിച്ച് നമ്മൾ കൊളോയിഡ്സിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി കാണിക്കുന്ന ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലാകും. ലിക്വിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അതൊരു ഗ്യാസിലാണ് ഡിസ്പേഴ്സ് ആയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എയ്റോസോൾ എന്ന് പറയും. ഫോഗ്, അതായത് നമ്മുടെ മിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, മഞ്ഞ്, ക്ലൗഡ്സ്, മിസ്റ്റ്, അതെല്ലാം എന്താണ്, ഇതിന് എയ്റോസോളിന് എക്സാമ്പിളാണ്. അതുപോലെ മറ്റൊരു എയ്റോസോളാണ് സോളിഡ് ഗ്യാസിൽ ഡിസ്പേഴ്സ് ആയാലും. എക്സാമ്പിൾ സ്മോക്ക്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഒക്കെയാണ്, അതായത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക. പിന്നെ ഗ്യാസ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ആയാൽ അതിനെ നമ്മൾ ഫോം എന്ന് പറയും. അത് ഷേവിംഗ് ക്രീമാണ് അതിന് എക്സാമ്പിൾ. ലിക്വിഡിൽ ഡിസ്പേഴ്സ് ആയാൽ നമ്മൾ അതിനെ ഇമൾഷൻ എന്ന് പറയും. മിൽക്ക് ഒരു എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് ക്രീം ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ സോളിഡ് ആണ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ സോൾ എന്ന് പറയും. മിൽക്ക് ഓഫ് മഗ്നീഷ്യം, മഡൊക്കെ അതിന് എക്സാമ്പിളാണ്. ഗ്യാസ് സോളിഡിൽ ഡിസ്പേഴ്സ് ആവുന്നതാണ് ഫോം. നമ്മൾ നേരത്തെ ഒരു ഫോം കണ്ടു, അത് ഗ്യാസ് ലിക്വിഡിൽ, ഇത് ഗ്യാസ് സോളിഡിൽ, രണ്ടും ഫോമാണ്. ഇവിടെ എക്സാമ്പിൾ ഫോം, റബ്ബർ, സ്പഞ്ച്, പ്യൂമിക്സ് എക്സെട്ര. പിന്നെ ലിക്വിഡ് സോളിഡിൽ ഡിസ്പേഴ്സ് ആയാൽ അതിനെ നമ്മൾ ജെൽ എന്ന് വിളിക്കും. ജെല്ലി, ചീസ്, ബട്ടറൊക്കെ എക്സാമ്പിൾസ് ആണ്. സോളിഡിലാണ് ഡിസ്പേഴ്സ് ആവുന്നതെങ്കിൽ ഇതിനെ സോളിഡ് സോൾ എന്ന് പറയും. കളേർഡ് ജെംസ്റ്റോൺ, മിൽക്കി ഗ്ലാസ് ഒക്കെയാണ് എക്സാമ്പിൾസ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് അല്ലെങ്കിൽ 2-3 വെച്ച് ദിവസവും പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് തറവാക്കി വെക്കണം. കാരണം ഈ പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ചതിൽ നമുക്ക് ഒത്തിരി ചോദ്യത്തിനുള്ള സ്കോപ്പുള്ള കോൺസെപ്റ്റ്സ് ആണുള്ളത്. നിങ്ങൾക്കിതെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.